പൂർത്തിയായ മലയാള സിനിമകൾ പെട്ടിയിലാകുന്നു. സാറ്റലൈറ്റ് വാങ്ങാൻ ആളില്ലാതെ മലയാള സിനിമാ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള 80ഓളം സിനിമകളുടെ സാറ്റലൈറ്റ് വിതരണാവകാശമാണ് വിൽക്കാനാവാതെ പെട്ടിയിലായിരിക്കുന്നത്. സൂപ്പർ താരങ്ങളുടെയും സംവിധായകരുടെയും ചിത്രങ്ങൾ ഒഴികെ മറ്റു ചിത്രങ്ങളൊന്നും വാങ്ങേണ്ടതില്ല എന്ന ചാനലുകാരുടെ തീരുമാനമാണ് നിർമ്മാതാക്കളെ വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സൂപ്പർ ഹിറ്റാകുമെന്ന് ഉറപ്പുള്ള നടനും സംവിധായകനുമുള്ള സിനിമകൾ മാത്രം വാങ്ങാനാണ് ചാനലുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷം പരമാവധി 15-20 സിനിമകൾക്ക് മാത്രം സാറ്റലൈറ്റ് അവകാശം വാങ്ങിയാൽ മതിയെന്നും ചാനലുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്ത വർഷമായിരുന്നിട്ടും 2013 മുടക്കിയ മുതൽ തിരിച്ചുപിടിക്കാൻ വെറും 10% സിനിമകൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. വൻതുക മുടക്കി വാങ്ങിയ നിരവധി സൂപ്പർ താര ചിത്രങ്ങൾ പരാജയപ്പെട്ടതും പരസ്യവരുമാനത്തിലൂടെ മുടക്കിയ പണം തിരിച്ചുപിടിക്കാൻ കഴിയാതെ വന്നതുമാണ് ചാനലുകാരെ ചിന്തിപ്പിച്ചത്. ഇതോടെ സാറ്റലൈറ്റ് വിതരണാവകാശം വാങ്ങുന്നതിൽ ചാനലുകൾ കൂടുതൽ ശ്രദ്ധ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരുടെ ചിത്രങ്ങൾക്ക് ഇപ്പോഴും നല്ല സാറ്റലൈറ്റ് റേറ്റ് നൽകാൻ ചാനലുകൾ തയ്യാറാണ്. യുവനടന്മാരിൽ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് ഒഴികെയുള്ളവരുടെ സിനിമകളുടെ അവകാശം നേടിയെടുക്കാൻ ചാനലുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ഒരു പ്രമുഖ നിർമ്മാതാവ് ആരോപിച്ചത്. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും സാറ്റലൈറ്റ് അവകാശം വിൽക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടാകില്ലെന്ന ഉറപ്പിൽ തട്ടിക്കൂട്ട് സിനിമകളുമായി എത്തുന്നവരാണ് സിനിമാ മേഖലയുടെ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണമെന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഭാരവാഹിയായ ഒരു പ്രമുഖ നിർമ്മാതാവ് പറഞ്ഞു. ഈ നില തുടരുകയാണെങ്കിൽ മലയാള സിനിമാ മേഖല വൻ പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റാകുന്ന ഒരു സിനിമയ്ക്കും ഇനിയും സാറ്റലൈറ്റ് അവകാശം വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ഒരു യുവ സംവിധായകന്റെ പുതിയ സിനിമ സാറ്റലൈറ്റ് അവകാശം നേടിയെടുക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിക്കാനാവാതെ തുടരുകയാണ്. മുഴുവൻ തുകയും ഒന്നിച്ചു മുടക്കാൻ കഴിവുള്ള വൻകിട നിർമ്മാണ കമ്പനികൾക്ക് മാത്രം സിനിമ നിർമ്മിക്കാവുന്ന അവസ്ഥയിലേക്കാണ് മലയാള സിനിമയുടെ പ്രയാണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ സാറ്റലൈറ്റ് അവകാശമില്ലാതെ തിയേറ്റർ കളക്ഷൻ കൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാനാകുമെന്ന അവസ്ഥ കേരളത്തിൽ ഇപ്പോഴില്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.